Hari Om. Hari Om. The students of different grades have posed me some questions. Let me check the first question. Why do you like teaching profession? See, for this question, there are two reasons. First reason is teaching is a profession that creates all other profession. Second reason is I love to be with children. That's all. I'm Nisha SS, Principal of Chinmaya Vidyalaya, Kollam. Let me go to the second question. What was your childhood dream? If I say about my childhood dream, it was to become a teacher because a teacher who taught me biology in class 10 inspired me a lot, and I used to imitate her teaching while I was in that class, and I liked her class very much, and that motivated me. And not only that, two more reasons are there. I love to be with children, and the second reason is I believe that teaching is the profession that creates all other profession. That's all. Now let me go to the next question. How do you make our school a happy place for us? This is a very good question. ഇതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ക്വസ്റ്റ്യൻ ആണിത്. ബിക്കോസ് ഈ നമ്മുടെ സ്കൂളിലെ എല്ലാ ടീച്ചിങ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, സ്റ്റുഡൻസ് എല്ലാവരും സ്റ്റുഡൻസിൻ്റെ പാർട്ടിൽ അവർ സിൻസിയറായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവർ പഠിക്കുക, നല്ല റിസൾട്ട് വാങ്ങുക. പിന്നെ ടീച്ചേഴ്സിൻ്റെ പാർട്ടിൽ നിന്ന് അവരുടെ ഡ്യൂട്ടി അവർ കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ് എൻ്റെ പാർട്ട്, കണ്ടക്ടേഴ്സ്, ഡ്രൈവേഴ്സ്, ക്ലീനിങ് സ്റ്റാഫ്, ഇവരെല്ലാം അവരവരുടെ ഡ്യൂട്ടി സിൻസിയറായിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ വിദ്യാലയ നമുക്കൊരു ഹാപ്പി പ്ലേസ്, മീൻസ് നമുക്കൊരു ഹാപ്പിനെസ്, അതായത് എല്ലാവരും അവരവരുടെ ഡ്യൂട്ടി സിൻസിയറായിട്ട് ചെയ്യുക. ദാറ്റ്സ് ഓൾ. അപ്പോഴാണ് നമ്മുടെ ഒരു ഹാപ്പിനെസ്, അതായത് നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഹാപ്പി ആയിട്ടുള്ള ഹാപ്പിനെസ് വരുന്നത് എല്ലാവരും അവരവർ ആത്മാർത്ഥമായിട്ട് അവരവരുടെ ജോലി ചെയ്യുമ്പോഴാണ്. ലെറ്റ് മീ സീ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡു വി സേ ഹരി ഓം? ഇത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം എനിക്ക് തന്നെ ഞാൻ തന്നെ ചിന്തിച്ചിട്ടുള്ളതാണ്. ഒരു 20 ഇയേഴ്സിന് മുന്നേ ഞാൻ ഈ ചിന്മയ വിദ്യാലയയിൽ വരുമ്പോൾ ഞാൻ ശരിക്കും നമ്മൾ ഗുഡ് മോർണിംഗ്, നമസ്കാരം എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ചിന്മയ വിദ്യാലയത്തിൽ മാത്രം ശരിക്കും പറഞ്ഞാൽ എനിക്ക് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ ഹരി ഓം എന്ന് പറയാൻ എനിക്ക് ആ വാക്ക് തന്നെ കിട്ടിയില്ല. ഇവരെന്തുവാ പറയുന്നതെന്ന് എനിക്ക് ഭയങ്കര ഐ വാസ് എക്സൈറ്റഡ് ടു ഹിയർ ദി വേർഡ് ഹരി ഓം. അപ്പോൾ ദെൻ ആഫ്റ്റർ ദാറ്റ് ഐ ആസ്ക്ഡ് വൺ ഓഫ് ദ ടീച്ചേഴ്സ്, എന്തുവാ ഇവർ പറയുന്നത്, ഹരി ഓം എന്ന് വെച്ചാൽ എന്തുവാന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ചിന്മയ വിദ്യാലയത്തിലെല്ലാം നമ്മൾ ഗ്രീറ്റ് ചെയ്യുന്ന വാക്കാണ് ഹരി ഓം. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. എന്തുവാണ് ഇതിൻ്റെ മീനിങ്, എന്തുവാന്ന് ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, അതായത് നമ്മളൊരാളെ കാണുമ്പോൾ, വിഷ് ചെയ്യുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ദൈവത്തെ അല്ലെങ്കിൽ അവരുടെ ഡിവിനിറ്റിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഹരി ഓം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഹരി ഓം ചിന്മയ വിദ്യാലയങ്ങളിൽ മാത്രമേ ഉള്ളൂ, വേറൊരിടത്തും നമ്മൾ കേട്ടിട്ടില്ല. ലെറ്റ് മീ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the most important qualities a student should develop to be successful in life? ഇതും ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നമുക്കിപ്പോൾ അത് കുറച്ച് ഇതുകൊണ്ട് പറഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. ഒത്തിരി ക്വാളിറ്റീസ് വേണം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടാനായിട്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡിസിപ്ലിനാണ്. പിന്നെ ഹാർഡ് വർക്കുണ്ട്, പിന്നെ ഒബീഡിയൻ്റ് ആയിരിക്കണം, സിൻസിയർ ആയിരിക്കണം, പേഷ്യൻസ് ഉണ്ടായിരിക്കണം, ഇങ്ങനെ കൈൻഡ്നെസ്, ഇതെല്ലാം ഒത്തിരി ക്വാളിറ്റീസ് വേണം. അതായത് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവാനുള്ള ക്വാളിറ്റീസ് എല്ലാം ഒരു സ്റ്റുഡൻറ്റിനും ഉണ്ടായിരിക്കണം.
അങ്ങനെ ആ ക്വാളിറ്റീസൊക്കെ ഉണ്ടെങ്കിൽ, അല്ലാതെ പഠിച്ച് വലുതായി നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് 100 ഔട്ട് ഓഫ് 100 വാങ്ങി നല്ലൊരു ജോലി വാങ്ങുമ്പോൾ ജോലിയിൽ മാത്രമല്ല ഇമ്പോർട്ടൻസ് ഉള്ളത്, അയാളൊരു ഹ്യൂമൻ ബീയിങ് ആണോ, ആ കുട്ടി ഒരു ഹ്യൂമൻ ബീയിങ് ആണോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ജോലി മാത്രമല്ല, അവരുടെ ക്വാളിറ്റീസ്, അവരുടെ ബിഹേവിയർ, ഹാബിറ്റ്സ് എന്തൊക്കെയാണ്, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ഏത് പ്രൊഫഷൻ എടുത്താൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കണം, ഈ ക്വാളിറ്റീസൊക്കെ ഉണ്ടായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഇപ്പോൾ ഒരു ഡോക്ടറാണ്. ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടറിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം എടുത്താൽ ഒരു നല്ലൊരു ഡോക്ടറെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ക്വാളിറ്റീസ്, അതായത് കൈൻഡ്നെസ്, സിൻസിയറിറ്റി, പേഷ്യൻസ്, ഇതെല്ലാം, ഹാർഡ് വർക്കിംഗ്, ഡിറ്റർമിനേഷൻ, ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു നല്ല ഡോക്ടർ, അല്ലെങ്കിൽ നല്ല എൻജിനീയർ, അല്ലെങ്കിൽ നല്ല ഒരു ഓഫീസർ, അല്ലെങ്കിൽ നല്ല ഒരു പൊളിറ്റീഷ്യൻ, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. അങ്ങനെ ക്വാളിറ്റി ഉള്ള മീൻസ് എല്ലാ വാല്യൂസും ഉള്ള ഒരാൾക്ക് മാത്രമേ ഒരു സക്സസ്ഫുൾ ലൈഫ് കിട്ടത്തുള്ളൂ. ദാറ്റ്സ് ഓൾ. ലെറ്റ് മീ ചെക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട്സ് യുവർ ഫേവറേറ്റ് സബ്ജക്റ്റ്? എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതാണ്, നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റ് തന്നെയാണ് നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റ്. ഇപ്പോൾ എൻ്റെ സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. നമുക്ക് ലേണിംഗ് എ ന്യൂ ലാംഗ്വേജ് ഈസ് ആൻ അസെറ്റ്. എത്ര നമ്മൾ ലാംഗ്വേജസ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നോ അതെല്ലാം നമ്മുടെ ഒരു അസറ്റാണ്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഐ നോ മലയാളം വെരി വെൽ ബിക്കോസ് ഇറ്റ്സ് മൈ മദർ ടങ്. അപ്പോൾ ഞാൻ ആ മദർ ടങ് റെസ്പെക്റ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഐ wanted to learn a new language. So I selected English as my favorite subject. This is the last question. How are you managing your duties as a principal of the school? ഇതും ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. I manage by delegating responsibilities, plan, prioritize, review regularly and think positively. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. മീൻസ് എനിക്ക് കൂടുതൽ ടീച്ചിങ്ങിനോടാണ് താല്പര്യം. പക്ഷേ ആസ് എ പ്രിൻസിപ്പൽ ഐ ഹാവ് ടു ഡു അഡ്മിനിസ്ട്രേഷൻ ഓൾസോ. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷനും എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ മേഖലയിലും എത്തിപ്പെടുക, അതിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ചുള്ള സജഷൻസും അഡ്വൈസും കൊടുക്കുക. ഇതെല്ലാം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇൻട്രസ്റ്റോടു കൂടി വളരെ താല്പര്യത്തോടു കൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ എനിക്കതിന് ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു ഹെഡേക്ക് എന്നോ റിസ്ക് എന്നോ ഒന്നും എനിക്ക് പറയാൻ വയ്യ. ബിക്കോസ് ഐ ലവ് മൈ പ്രൊഫഷൻ വെരി മച്ച്. അതുകൊണ്ട് എനിക്കത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നു. അതിനകത്തൊരു ബുദ്ധിമുട്ടും ഞാൻ കാണുന്നില്ല. Okay, anyway, I thank all my students for asking me such questions, and I hope again you will be coming with this type of questions. Thank you all.